പണ്ടത്തെ പ്രിയപ്പെട്ടവളെ, പറഞ്ഞു തരൂ, അന്നത്തെ മുറിവിൽ, വേദനയിൽ, അപമാനത്തിൽ പറഞ്ഞു പോയ പടുവാക്കിൻ്റെ വല്ലതും നിന്റെ നിത്യശാപമായി തീർന്നു എന്ന് വിചാരിക്കുന്നുവോ? മഹാവ്യാധിയായി നിന്നെ കാർന്നു എന്ന് കരുതുന്നുവോ? മുറിവേറ്റ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും വന്നുപോയ നിസ്സഹായവും താൽക്കാലികവുമായ ശോഭത്തിൻ്റെ വാഗ്മനകൾക്ക് ഇത്ര മാരകമായ ശക്തിയുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുവോ? എങ്കിൽ ഞാൻ ദുഃഖിക്കുന്നു. വളരെ കാലത്തിനു ശേഷം ഞാൻ വീണ്ടും ഓർമ്മിച്ചു പോകുകയാണ്. നീ എപ്പോഴും പറയാറുണ്ടായിരുന്നില്ലേ, ഒരിക്കൽ നാം യാദർശികമായി കണ്ടുമുട്ടി. 2 സ്ഥലത്തുള്ളവർ, 2 വ്യത്യസ്ത ജീവിത പശ്ചാത്തലമുള്ളവർ, 2 ജാതിയിലുള്ളവർ, എന്നിട്ടും ഒരിക്കൽ പരസ്പരം തിരിച്ചറിഞ്ഞ് സ്നേഹിച്ചു. ഒരിക്കൽ, ഇനി നമ്മൾ ഒരിക്കലും വേർപിരിയാത്ത ജീവിതത്തിൽ ഒന്നിക്കും. ആകാശവിദൂരതയിലേക്ക് വിരൽ ചൂണ്ടി നീ പറഞ്ഞു, അതാ നോക്കൂ, അതാണ് അശ്വതി നക്ഷത്രം, തൊട്ടടുത്ത് ശുക്ര നക്ഷത്രം. അവർ വധൂവരന്മാരാണ്. അപ്പുറത്ത് കാണുന്ന 7 നക്ഷത്രങ്ങളുടെ കൂട്ടമില്ലേ, അതാണ് സപ്തർഷികൾ. അവർ വധൂവരന്മാരെ അനുഗ്രഹിക്കുകയാണ്. ആ അശ്വതിയും ശുക്രനും നമ്മളാണ്. ആ അനുഗ്രഹവും, അതാണ് നമ്മുടെ ഒന്നിക്കൽ. ഇപ്പോൾ നിന്നെ കണ്ടുമുട്ടേണ്ടി വന്ന ഈ ദുസ്സഹ സാഹചര്യത്തിൽ ഞാൻ അറിയാതെ ചോദിക്കുന്നു, ഈ ദുരന്തത്തിലാണോ ആ ഒന്നിക്കൽ? നിന്റെയും എൻ്റെയും രോഗാതുരവും ദുർബലവും വന്ധ്യവുമായി കഴിഞ്ഞ ഈ ജീവിതത്തിൻ്റെ ഒടുക്കത്തെ സന്ധ്യയുടെ വിഷാദ മാത്രകളിൽ, ഉത്തരമില്ലാത്ത സമസ്യകളുടെ ക്രൂര പരിണാമങ്ങളിൽ, കലികാല കൽക്കിയുടെ ആരവാരങ്ങളും കോലാഹലങ്ങളും മേഘസംഘടനങ്ങളും പേടിപ്പിക്കുന്ന കനത്ത നൊമ്പരത്തിൻ്റെ കൊടും പേമാരിയും നനച്ചു കുതിർക്കുകയും ചെയ്യുന്ന ഈ കറുത്ത രാത്രിയുടെ അന്ത്യയാമത്തിലെ അല്പായുസിലോ ആ ഒന്നിക്കലും വേർപിരിയലും എന്നേ കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുവാനാണ് എനിക്കിഷ്ടം. ആദ്യത്തേതിൻ്റെ മാധുര്യവും രണ്ടാമത്തേതിൻ്റെ സങ്കടവും 2ആയി തന്നെ നിലനിൽക്കട്ടെ. ആദ്യത്തേത് മാത്രം നമുക്ക് ഓർമ്മിച്ചാൽ മതി.